ഇറാൻ US സംഘർഷത്തിൽ താൽക്കാലിക ശമനം ഉണ്ടാകുന്നുവെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ആഗോള വിപണിയിൽ സ്വർണത്തിന് കുതിപ്പ്. ഒരു പവൻ സ്വർണത്തിന് 680 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ കേരളത്തിൽ 22 കാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് 13,370 രൂപയും ഒരു പവൻ സ്വർണത്തിന് 1,06,960 രൂപയുമാണ് വില. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ വില മാറ്റമില്ലാതെ തുടർന്നതിന് ശേഷം ഗ്രാമിന് 85 രൂപയുടെ വർധനവാണുണ്ടായത്. ഒരു പവൻ സ്വർണത്തിന് 680 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ കേരളത്തിൽ 22 കാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് 13,370 രൂപയും ഒരു പവൻ സ്വർണത്തിന് 1,06,960 രൂപയുമായി വില. അതേസമയം സംസ്ഥാനത്ത് വെള്ളി വിലയിലും വർധനവുണ്ട്. നിലവിൽ 22 കാരറ്റ് വെള്ളി ഗ്രാമിന് 240 രൂപയിലും 10 ഗ്രാമിന് 2,400 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഇറാനെതിരായ ആക്രമണം US കടുപ്പിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണം താഴേക്ക് പതിക്കാൻ കാരണമായത്. ആക്രമണം രൂക്ഷമായതോടെ ക്രൂഡ് ഓയിൽ വില കത്തിക്കയറിയതാണ് സ്വർണത്തിന് തിരിച്ചടിയായത്. ഇറാനെതിരെ കൂടുതൽ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പും ഭീഷണിയുമാണ് US ഉയർത്തിയത്. ഇത് വീണ്ടും ക്രൂഡ് ഓയിൽ വില കത്തിക്കയറാൻ കാരണമാകുമെന്ന വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. ക്രൂഡ് വില ഉയരുന്നത് ഡോളറിന് കരുത്തു പകരും. സ്വാഭാവികമായും സ്വർണത്തെ ഉപേക്ഷിച്ച് നിക്ഷേപകർ ഡോളറിലേക്ക് തിരിയും. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ സ്വർണ്ണവില 1,00,000-ന് താഴേക്ക് പോകുമെന്നായിരുന്നു നിരീക്ഷണം. എന്നാൽ ഇറാനെതിരായ ആക്രമണം US ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. US-ന് ആയുധങ്ങളുടെ ദൗർലഭ്യമുണ്ടെന്നാണ് വിവരം. അടിക്കില്ലെങ്കിൽ തിരിച്ചടിക്കില്ലെന്ന നിലപാട് ഇറാനും സ്വീകരിച്ചത് വിപണിക്ക് ആശ്വാസം പകരുന്നുണ്ട്. ഇതോടെ ക്രൂഡ് ഓയിൽ വിലയിൽ 5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില 1% ഉയർന്നിട്ടുണ്ട്. നിലവിൽ സ്വർണം ഔൺസിന് 4,103.99 വ്യാപാരം പുരോഗമിക്കുന്നത്. അതേസമയം കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ ഗ്രാമിന് 85 രൂപയുടെ വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം അയഞ്ഞെങ്കിലും കഴിഞ്ഞ ദിവസം യുക്രൈൻ സേന ഇറാന്റെ കപ്പൽ ആക്രമിച്ചത് വീണ്ടും ഭീതി ഉയർത്തിയിട്ടുണ്ട്. ഇറാൻ യുക്രൈന് നേർക്ക് കൂടി തിരിഞ്ഞാൽ സ്ഥിതി കൂടുതൽ സംഘർഷഭരിതമാക്കും. ഇത് ക്രൂഡ് ഓയിൽ വിപണിയെ വീണ്ടും കുതിപ്പിലേക്ക് നയിച്ചേക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.